അതിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനാരെയാ വിളിക്കേണ്ടതെന്നറിയോ? ആ ഫത്വ പോയത് ചേളാരിന്നല്ല, നിങ്ങളെ സമസ്തന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാ ഫത്വ കൊടുത്തത്. അവിടെയാ വിളിക്കണ്ടേ. അത് ശരി, നല്ല കോളായി. ദുബായി പോയ ഒരാളെ ഖത്തറിലാ വിളിക്കുന്നത്. എന്റെ പേരോട് കളു പറഞ്ഞോ? എന്നാ കാണണം നിങ്ങൾക്ക്. ഇതെന്താ പത്രോ? ഉത്തരദേശം. ഞാൻ കളു പറഞ്ഞല്ലേ. ഉത്തരദേശം 2000 ജൂൺ 19 തിങ്കൾ 6 വർഷത്തിന് ശേഷം ഫത്വ പിൻവലിച്ചു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ജമാഅത്തിലെ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച ഫത്വ 6 വർഷത്തിനു ശേഷം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പിലെത്തി. 94 ഡിസംബർ 21 ഫസൽ പൂക്കോയ തങ്ങൾ PP ഖലീൽ എന്നിവർ നേതൃത്വം നൽകിയ തരീഖത്ത് പിന്തുടരുന്നതിന്റെ പേരിൽ ജമാഅത്തിന്റെ പരിധിയിലെ ചിലർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. നടപടിക്കെതിരെ സമസ്ത ജില്ലാ പ്രസിഡന്റ് CM അബ്ദുള്ള, ശേഷം 4-ാം പേജിൽ അബ്ദുള്ള മൗലവി, മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റായിരുന്ന P കുഞ്ഞിമാഹിൻകുട്ടി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി മൊഗ്രാൽ പുത്തൂരിലെ PB അബ്ദുറഹ്മാൻ കാസർഗോഡ് CJM കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KS അബ്ദുള്ള, KC മാഹിൻ, KPK തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ കേസും പിൻവലിക്കാൻ ധാരണയായി. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടായി. എത്ര കുഴപ്പമെന്നറിയോ? കണ്ടോ? എത്ര കുഴപ്പമെന്നറിയോ? പറഞ്ഞു തരാം. കണ്ടോ? മൊഗ്രാൽ പുത്തൂർ ജമാഅത്തിലെ ഫത്വ വിവാദമായി. 95 പത്രം. പിന്നെ ഇനി കേട്ടോളെ. മൊഗ്രാൽ പുത്തൂരിൽ സുന്നി തരീഖത്ത് തർക്കം, കത്തിക്കുത്തും മർദ്ദനവും. ഫത്വ പ്രശ്നം 9 പേർക്ക് പരിക്ക്, ആശുപത്രി ജീവക്കാരന് പോലീസ് മർദ്ദനം. ഈ ഫത്വ 3 പേര് കൂടി ആശുപത്രിയിൽ. ഫത്വ പ്രശ്നം 2 കേസ് രജിസ്റ്റർ ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പള്ളിപ്രശ്നം ഇരുവിഭാഗവും യോജിപ്പിനില്ല. ഇതൊക്കെ ഓരോ ഹെഡിങ്ങാ പത്രത്തിന്റെ. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ടുണ്ടാക്കി നാശാണ് ഇതൊരു മഹലിൽ. എന്നിട്ടോ ആ ഫത്വ ആർക്കെതിരെ? ശംസിയ തരീഖത്തിന്. അവർ നല്ല കൂട്ടറൊന്നല്ലോ. അവർക്കെതിരെ കണ്ണിയത്ത് ഉസ്താദ്, EK ഉസ്താദ്, AP ഉസ്താദും കൂടി മുമ്പ് തീരുമാനം എടുത്തതാ. EK ഹസൻ മുസ്ലിയാർ ഒക്കെ അതിനെതിരെ എത്രയോ പ്രസംഗിച്ചതാണ്. അതിലൊന്നും തർക്കമില്ല ഇവിടെ. പക്ഷേ ഇവരെന്തേ ഫത്വ കൊടുത്തത്? അവരെ ലെറ്റർ ഹെഡില് ഫത്വ മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റ് എന്നിട്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനം പറയാ. 21/12/94 ചേർന്ന ജില്ലാ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യുകയും താഴെ പറയുന്ന തീരുമാനം ഏകകണ്ഠമായി എടുക്കുകയും ചെയ്തു. കത്തിൽ പറഞ്ഞ അന്ത്രോത്ത് ദ്വീപുകാരനായ PP ഫസൽ പൂക്കോയ എന്ന ആൾ നേതൃത്വം നൽകിയതും ഇപ്പോൾ PP ഖലീൽ നേതൃത്വം നൽകുന്നതുമായ തരീഖത്ത് പിൻപറ്റുന്നവർ പിഴച്ചവരും ആ തരീഖത്ത് ഇസ്ലാമിന് പുറത്തുമാണ്. അവരോട് യാതൊരുവിധ സഹകരണവും പാടുള്ളതല്ല. അപ്പൊ ഇവരെ ഇസ്ലാമിന്റെ പുറത്താക്കുന്ന ഫത്വ കൊടുത്ത് പിഴച്ചതാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഫത്വ കൊടുത്തപ്പോ കുഴപ്പമുണ്ടായത്, കത്തിക്കുട്ടുണ്ടായത്, പ്രശ്നം ഉണ്ടായത്, അപ്പൊ കേസായത്. അവസാനം 6 കൊല്ലം കഴിഞ്ഞപ്പോ ഇനി കണ്ടോ, നിങ്ങളെ ഫത്വ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഇതാ പിന്നെ പിൻവലിക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് മുൻ പ്രസിഡന്റ് P കുഞ്ഞിമാഹിൻകുട്ടി 13/12/94 സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് എന്ന കത്തിലെ പരാമർശം ബന്ധപ്പെട്ട കക്ഷികളെ വിസ്തരിക്കാതെയാണെന്ന് അയാൾ തന്ന വിശദീകരണ പ്രകാരം ബോധ്യപ്പെട്ടതിനാൽ ഇത് സംബന്ധിച്ച് 21/12/94 ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം ഇതിനാൽ പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം വിചാരണ ചെയ്യാതെ എടുത്ത ഫത്വ അതാ പിൻവലിക്കേണ്ടി വന്നത്. ഇതുപോലെ നിങ്ങളിപ്പോ തീരുമാനങ്ങൾ പലതും പറയുന്നുണ്ട്. പഠിക്കാതെ പറഞ്ഞാൽ പിൻവലിക്കേണ്ടി വരും. അതാ പിൻവലിക്കേണ്ടി വന്നത്. 6 കൊല്ലം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പറയണോ? സെക്രട്ടറി ഒപ്പിട്ടുള്ള ലെറ്റർ ഹെഡിലുള്ളതായത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ കളവ് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ പരിപാടി നമുക്കില്ലട്ടോ. അത് ഉള്ളോ എനിക്ക് അങ്ങനെ തോന്നും. അവനവൻ തിന്നത് അവനവൻ ചൊല്ലും.